എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷൻ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. അതിൽ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവർ 6 പേരുണ്ട്. ഈ 6 പേരിൽ ഒരാൾ നാളെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പസിൽസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അവരവരുടെ ഫോട്ടോസുള്ള പസിൽസാണ്. ആരുടെ പസിലാണോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അവരാണ് ഔട്ടാകാൻ പോകുന്നത്. ഇവിടെ എനിക്ക് പറയാൻ പോകുന്ന കാര്യം, ഈ പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ എവിക്റ്റായി പോയിട്ടുള്ള ആളുകൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, എല്ലാവരും പരസ്പരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ല സൗഹൃദപരമായിട്ടൊരു അന്തരീക്ഷം നടക്കുന്ന സമയത്താണ് ഇവർ കയറി വരുന്നത്. ഇവർ ഈ മത്സരാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരു ഒരു ഗെറ്റ് ടുഗദർ മൂഡിലാണ് നിൽക്കേണ്ടത്. അതിന് പകരം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പർപ്പസ്ഫുള്ളി ഒരാളെ ഡൗൺ ആക്കാനും ഒരാളെ മാക്സിമം അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ അസൂയ, കുശുമ്പ് ഇതൊക്കെ അപ്ലൈ ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത്. അതിൽ മാനിപ്പുലേറ്റഡ് ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത് ആദില, നൂറ, പ്രത്യേകിച്ച് ആദിൻ്റെ ഫലമായിട്ട് ആദിലയും നൂറയ്ക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു ഇഷ്ടവും ഫാൻ ബേസും അല്ലെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവർ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആദിലേക്ക് പ്രത്യേകിച്ച്. ഇവർ വന്ന് മാനിപ്പുലേറ്റഡായി ആവശ്യമില്ലാതെ എൻ്റെ മോളെ വലിച്ചഴിച്ചതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ ഒരു ഗെയിമാണെന്ന് മറന്ന് ആ ശത്രുക്കളോട് തന്നെ തുറന്ന് പറയാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വലിച്ചഴിക്കുക എന്ന് പറയുന്നതൊന്നും സാധാരണ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ടായിരിക്കണം ആദില പുറത്തേക്ക് പോയത്. ഈ ആദിലയുടെ ഇമ്പാക്റ്റ് ഇപ്പോൾ വേറൊരു ഇഷ്യൂ, PR പറ്റിയിട്ടുള്ള അനുമോളുടെ PR നമ്പർ കൊടുത്തു എന്ന് ആദ്യം പറയുന്നു, അത് പിന്നെ മാറ്റി പറയുന്നു. അതിൽ നൂറയ്ക്കും ആ എഫക്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നൂറ ഒരു പേപ്പർ, ഫോൺ നമ്പർ എഴുതിയ പേപ്പർ മറച്ച് പിടിച്ച്, അത് ഫോൺ നമ്പർ എഴുതിയ പേപ്പറാണോ അറിയില്ല, പല സോഷ്യൽ മീഡിയാസിലും അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈവിൽ കണ്ടതാണ്, ഒരു ഒളിപ്പിച്ച് അത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകർ നേരിട്ട് കണ്ടതുകൊണ്ടും ഈ അനുമോളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവരുടെ ഒരു പറ്റം ആളുകൾ അതിനു വേണ്ടി വന്നവരുടെ കൂടെ നിന്ന് അവർ ചതിച്ചു തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ആക്റ്റാണ് കാണിച്ചത്. പക്ഷേ അനുമോൾ തിരിച്ചത് ചെയ്തിട്ടില്ല. കാര്യം കുറേ കുറ്റങ്ങൾ അനുമോളുടെ ഭാഗത്തുണ്ടെങ്കിലും അനുമോൾ ഒരു അതിജീവിച്ച് അവിടെ വന്നിട്ടുണ്ട്. നൂറ അതിന് പകരം, നിങ്ങൾക്കറിയാം, നൂറ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ ആകെ ഒറ്റയ്ക്കായി പോയപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, ഭയങ്കര വീക്കായിപ്പോയി. അത് ഞാൻ സത്യം പറയാൻ നൂറേന്ന് പ്രതീക്ഷിച്ചില്ല. നൂറ ഒരു സ്ട്രോങ് ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അതിൽ പോയതുകൊണ്ടുള്ള വിഷമം കണ്ടാണോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ചാൻസസ് ഇപ്പോൾ സ്ട്രോങ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നൂറ ടോപ്പ് 5 എന്തായാലും ഉണ്ടായിരിക്കും, കാരണം അത്രയും ഒരു സപ്പോർട്ട് നൂറയ്ക്ക് കിട്ടുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നെവിൻ ഇപ്പം അനുമോളിലോട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് ജെന്യുവനായിട്ടാണോ? നെവിൻ എപ്പോഴും പറയാറുണ്ട് എന്നെ വിശ്വസിക്കരുത് എന്ന് നെവിൻ തന്നെ പറയാറുണ്ട്. പക്ഷേ അത് നെവിന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള വോട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അക്ബറും കുറച്ച് നെഗറ്റിവിറ്റി ഇവർ വന്നതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ, എനിക്ക് തോന്നുന്നു നൂറയ്ക്ക് സാധ്യത കുറച്ച് കുറവാണ് ടോപ്പ് 5 എത്താനായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് പുറത്താവുന്നതെന്ന്.